ഹായ് ഗൈസ്, ഈ കസാര ഇല്ലാത്ത ഒരു പരിപാടിക്കും ഞാനില്ല. കസാര വേണം എനക്ക് എന്തിനും. അപ്പൊ ഗൈസ്, കുറെ കാലമായി നമ്മളൊരു സീരിയലൊക്കെ റിയാക്ട് ചെയ്തിട്ട്, ഏതാ സീരിയൽ എന്നൊന്നും അറിയില്ല, 4 മിനിറ്റിന്റെ ഒരു എപ്പിസോഡാണ്. ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ റിയാക്ട് ചെയ്ത് തീർക്കാണ്. വെറുതെ പറഞ്ഞു കേൾക്കുന്നില്ല, നമുക്ക് വീഡിയോ കാണാം. അതാ കാറ് വരുന്നുണ്ട്. ഒരു കാറ് വരാൻ തന്നെ BGM ആണ്. ഈ സീരിയൽ ഏതാണെന്ന് എനിക്കറിയില്ലേ. ഞാനൊരു സീരിയൽ കണ്ട് അത് അങ്ങനെ അങ്ങ് എടുത്ത്. ഓക്കെ, ആരോ സ്റ്റെപ്പിന്ന് താഴത്തേക്ക് വരുന്നുണ്ട്. ഇവൻ ഇനി എന്നെ തല്ലാനോ കൊല്ലാനോ വന്നതായിരിക്കോ? തല്ലാനും കൊല്ലാനും ഒന്നുമില്ല, ഒരു മുത്തം തരാൻ വന്നതാ. ഒരു മുത്തം തരണ്ടെന്നൊന്നും എന്റെ വല്യപ്പ പറയത്തില്ലല്ലോ. ഒരാൾ ഒരു കാറ് തുറന്നിട്ട് പുരക്ക് കയറാൻ എത്ര സമയം വേണം? നോർമൽ മനുഷ്യന്മാർക്ക് ഒരു 30 സെക്കൻഡ് ഓരോ 1 മിനിറ്റ് എല്ലാം ആവശ്യമുള്ളൂ. എന്നാൽ സീരിയലുകാർക്ക് ഒരു 4 മിനിറ്റെങ്കിലും. അതാണ് സാധനം. വേഗം വന്ന് പറഞ്ഞ് തൊലക്ക് എന്തിനാ വന്നേന്ന്. അവര് മരിച്ചിട്ടില്ല. തലക്കടിയേറ്റിട്ടും താരാന്തി മരിച്ചിട്ടില്ല. തലക്കടിയേറ്റിട്ട് താരാന്തി മരിച്ചിട്ടില്ലേ? താരാന്തി അതാരെങ്കിലും ആട്ടെ, തലക്കാടി കൊണ്ടിട്ട് മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ടെർമിനേറ്ററിലെ അർണോൾഡിന്റെ മോളായിരിക്കും തോന്നുന്നുണ്ട്. അവള് മാത്രമേ തലക്കാടി കൊണ്ടിട്ട് മരിക്കാത്തേ ഉള്ളൂ. തലക്കോടി കൊണ്ടിട്ട് മരിച്ചിട്ടില്ല പോലും. വാവ്, അവരുടെ തലക്കടിയേറ്റോ? ബോധം തെളിഞ്ഞ ആന്റി നടന്നതെല്ലാം പറഞ്ഞു. ഇവളാണോ തലക്കടിച്ചത്? പിന്നെ ഇത് സീരിയലിലെ ഒരു സംഭവമാണ്. ഒരാള് വന്ന് ഒരു 2 ഡയലോഗ് അടിക്കുന്നപ്പോഴത്തേക്കു അമ്മ, കുഞ്ഞമ്മ, വല്യച്ഛൻ, കൊച്ചച്ഛന്റെ കാർണൂറ, ഭാര്യ, ഭർത്താവ് എല്ലാരും വരും. പുരക്കാറ് മൊത്തം വരും. എന്നിട്ട് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് കുറെ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കൂ. പിന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. കഴുത്ത് ധരിച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യം ഇല്ല. ബാക്കി പറയാം. എന്നാൽ അത് ചെയ്യാൻ പറ്റാത്തൊരു ഗതികെട്ട അവസ്ഥയായി പോയി. ഇപ്പോ അത് കഴിയൂലെങ്കിൽ പിന്നെ എന്തിനാ വന്നിട്ട് കൊണക്കുന്നേ? കയ്യെങ്കിൽ ചെയ്തിട്ട് പോണോ? അതുകൊണ്ട് വെറുതെ വന്നിട്ട് ഇല പഠിക്കരുത്. എന്താ കിരണേ? മോളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, മോളൊന്നും പറഞ്ഞില്ല. ഇനി പറയാനുള്ള സമയം കൊടുക്കണ്ടേ? ഇനി കൊണച്ചോണ്ടിരിക്കല്ലേ? വന്നേരം മുതലേ കൊണക്കുന്നുണ്ടല്ലോ, പിന്നെ എവിടെ പറയാൻ ഒരു ഗ്യാപ്പ് കിട്ടിയല്ലേ പറയാൻ പറ്റുള്ളൂ. അയ്യോ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അയ്യോ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇതാ അതിന്റെ ഇടക്ക് ഒരുത്ത മോളിന്ന് കീനി വരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ 3 ആൾക്കാർ ഓൾറെഡി ഉണ്ട്. ഇത്ര ആവശ്യമുള്ളൂ. ഒരുത്ത മോളിന്ന് ഒറ്റ കെട്ടിട്ട് വരുന്നതാണോന്ന് അറിയില്ല. വരുന്നുണ്ട് മെല്ല. ഇവളെ ആ പാവപ്പെട്ട സ്ത്രീയുടെ തലക്കടിച്ചു, താരാന്റിയുടെ. ഈ നിക്കുന്നതാ എന്റെ അമ്മ. ലോകം മുഴുവൻ പാടിക്കൊണ്ട് നടക്കുക അവരെന്റെ അമ്മയാണ്. അമ്മേച്ചി തലക്കടിച്ച് കൊല്ലുകയാണോ? വാട്ട് പറഞ്ഞ് മനസ്സിലാക്കിയ കൊടുത്താ പോരെ? ഇവിടെ എന്താ ക്രൂരച്ചാണ് ഞാൻ അവരുടെ തലക്കടിച്ചത്. ഇതിന്റെ മറുപടി പറയാൻ എനിക്കിപ്പോ കഴിയുന്നില്ല. ഫുള്ള് കോവടാണല്ലോ. പിന്നെ മറുപടി പറയാൻ കഴിയുന്നില്ല, അത് ഭയകൊണ്ട് പറയുന്നു. എന്നാ പിന്നെ എനിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞാ പോരെ? ഇപ്പൊ പൊട്ടണ നമ്മളെ പൊട്ടനാക്ക് കാണും. അതിനുള്ള മറുപടി പറയാൻ ഇപ്പം കഴിയുന്നില്ല പോലും. എല്ലാം നിങ്ങൾ കേട്ടോണ്ട് നിൽക്കുവാണോ? പിന്നെ ഇനി പറഞ്ഞോണ്ടിരിക്കും, പിന്നെ കേൾക്കാണ്ട് പിന്നെ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? പോട്ടാ, ഇങ്ങനെ കിടന്നോ ദേഷ്യം പിടിച്ച് സംസാരിക്കും, പിന്നെ കേട്ടോണ്ടിരിക്കല്ലാണ്ട്. ഇപ്പൊ ഫുള്ള് കോമഡി ആട്ടെ, ഫുള്ള് കോമഡിയാ. മോള് ഇവിടുന്ന് പോയി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതെ സ്വപ്നത്തിൽ കരുതണ്ട. എല്ലാരും എല്ലാം കരുതുന്ന സ്വപ്നം കണ്ടിട്ടാണോ? ഇതല്ല പഴയ ഡയലോഗില്ലേ? ഈ ഡയലോഗ് ഒന്നും മാറ്റാനായിട്ടില്ല. ഞാൻ അതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കല്യാണിയുടെ അച്ഛനും ആങ്ങളെയും അമ്മൂമ്മയും ഒക്കെ നിലംപരിശായിരിക്കുക. അതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം കൂടുമെന്ന് ഞങ്ങൾക്കറിയാം. താരാധീനല്ലേ തലക്കാടി ചൊല്ലണ്ടേ? ഇവനെയും കൊല്ലണ്ടത്. നീയും സൂക്ഷിച്ചോ, നിനക്കും തലക്കടി കിട്ടാനുള്ള സമയമായി. വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഗൈസ്. മോളിന്ന് ഒരു ആവശ്യം ഇല്ലാണ്ട് താഴത്തെ കീരി വന്നിട്ട് വായിലുള്ളത് കേട്ടതാണ്. അനക്ക് അനങ്ങാണ്ട മോളിൽ തന്നെ കുത്തിരുന്ന മതിയായിരുന്നു. ഇവരോടൊക്കെ പറയുന്നുണ്ട് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്.
ഇവന്റെ വർത്താനം കേട്ടറിവ് ഉടായ്പനാ. ചിന്തിക്കരുതെന്ന് ആരും കൂടുതലൊന്നും പറയണ്ട. അതെ ഇവിടെ ഇപ്പൊ ആർക്കും കൂടുതൽ പറയാനുള്ള വോയിസ് ഒന്നും ഇല്ല. ഇവനിക്ക് മാത്രം ഇവിടെ കൂടുതൽ പറയാനുള്ള വോയിസ് ഉള്ളൂ. ഒരുത്ത മോളത്ത് നിന്ന് ആവശ്യമില്ലാണ്ട് താഴത്തേക്ക് ഇരി വന്നിട്ട് ഓനിക്കുള്ള കിട്ടി. ഓളെ ഏതോ ഒരു ധാരാമന്തിനെ ഏറ്റവും തലക്കടിച്ചിട്ട് നിലത്തിട്ട് പോലും. പിന്നെ ഇതിന്റെ ഇടക്ക് ആവശ്യമില്ലാണ്ട് കുറെ ബിജിഎമ്മും കാണുന്നുണ്ട്. ആ ധാരാന്തിയാണ് ചത്തിട്ടില്ല പോലും. അർണോൾഡിന്റെ മോളാന്നാ പറയുന്നത്. അതുകൊണ്ട് ധാരാന്തി മരിച്ചിട്ടില്ല. പിന്നെ തലക്കടിയും കൊണ്ട് മരിച്ചിട്ടില്ല. പിന്നെ ഇവനിക്ക് എന്താ പ്രശ്നോ? ഇത്തിരി ജീവൻ ഉണ്ടെങ്കിൽ താരാന്റിയെ തിരിച്ചു കൊണ്ടുവരും ഞങ്ങള്. ഇത്തിരി ജീവൻ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരും പോലും. ജീവൻ ഉണ്ടെങ്കിലല്ലേ തിരിച്ചു കൊണ്ടുവരാൻ പോലും. പിന്നെ ഇത്തിരി ജീവൻ ഉണ്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ജീവൻ ഉണ്ട് എന്തായാലും തിരിച്ചു വരും. വൈ വാട്ട് ഓക്കെ. തീവ്ര ശ്രമത്തിലാ ഡോക്ടർമാര്. ഏതോ ധാരാന്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് ഈ സീരിയലിലെ ഡയലോഗൊക്കെ ഭയങ്കര സീനാണല്ലോ. തീവ്രമായ പരിശ്രമത്തിലാന്ന് തോന്നുന്നു. ഈ ധാരാന്തിയ മിനിസ്റ്ററിന്റെ മോളാണോ ഇത്രയും തീവ്ര പരിശ്രമം എടുക്കാന്? ഈ നിൽക്കുന്ന അമ്മയുടെ മകളാണെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പോ ശരിക്കും ആരെ മോളാന്ന് ഇപ്പൊ എനിക്കെങ്ങനെ മനസ്സിലാവും പറയുന്ന പോലെ. ഞാൻ ഇതിന്റെ ഏതോ ഒരു ഭാഗം കണ്ടത്. ഇതിപ്പോ ഇത് ഫുള്ള് കാണാനുള്ള ക്യൂരിയോസിറ്റി ആവുന്നല്ലോ എനിക്ക്. വെറുതെ ഈ താളച്ചിമാർ ഈ സീരിയൽ അഡിക്റ്റ് ആയി പോകുന്നത്. ഞാൻ ഇതിന്റെ ആകെ 4 മിനിറ്റ് എപ്പിസോഡ് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ആരെ മോളെ അടിച്ചെന്നുള്ള ഫുള്ള് ക്യൂരിയോസിറ്റി ആയി എനിക്കിപ്പോ. മിക്കവാറും ഞാൻ റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ സീരീസ് തുടങ്ങും തോന്നുന്നുണ്ട് കണ്ടിട്ട്. അല്ലേ എനിമയും കേഡ്രാമയും കണ്ടു തീർന്നിട്ട് സമയം തീർന്നില്ല. അല്ല കണ്ടു തീർക്കാൻ പറ്റുന്നില്ല. സീരിയലും കൂടി കാണണം മലയാളോ ആയിട്ടായിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസം നീ അവരുടെ മോളാണെന്നാ. ഒരു DNA ടെസ്റ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഈ ടെസ്റ്റ് ചെയ്യാണ്ട് വെറുതെ എന്തിനാ? ഒരു DNA ടെസ്റ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് തലക്കടിക്ക കൊല്ല പറയുന്ന പോലെ. ഇപ്പൊ ഈ തലക്കടിച്ച് കൊല്ലൊരു ട്രെൻഡ് ആയിട്ടുണ്ട് ഗൈസ്. ഒട്ടാനും പിടിച്ചാനല്ലേ ഇപ്പൊ ആൾക്കാർ എല്ലാരും തലക്കടിച്ച് കൊല്ലലായിരുന്നു. എന്തല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? സീരിയലാണ് എല്ലാത്തിനും കാരണം സത്യം പറഞ്ഞാല്. ത്യാഗം ഇതാണ് സീരിയലിന്റെ പേര്. ഓക്കെ 4 മിനിറ്റ് എനിക്ക് 4 മിനിറ്റ് ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് ആവശ്യമില്ല. അപ്പൊ ഗൈസ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത സീരിയൽ ഏതാന്ന് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്തിട്ട് ഇതാക്ക്. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചാ ചുമ്മാ എടുത്ത് ഞാൻ അങ്ങ് റിയാക്ട് ചെയ്ത് അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ പിന്നെ കാണാം. ഓക്കെ ബൈ.